ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വദ്വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത്. കൃഷ്ണ തസ്മൈ നമസ്തേ. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വദ്വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത്. കൃഷ്ണ തസ്മൈ നമസ്തേ. ഏഴാമത്തെ ശ്ലോകം 98-ാം ദശകം ആണ് ഇപ്പൊ ചൊല്ലിയത്. ശ്ലോകം വിസ്തരിക്കുമ്പോൾ തത്വേ സഞ്ചിന്യമാനേ, ശ്ലോകത്തിൽ പറയുന്നു തത്വേ സഞ്ചിന്യമാനേ, യഥാർത്ഥ തത്വം നല്ലപോലെ ആലോചിക്കുമ്പോൾ. തത്വേ സഞ്ചിന്യമാനേ എന്ന് പറയുമ്പോൾ യഥാർത്ഥ തത്വം നല്ല പോലെ ആലോചിക്കുമ്പോൾ. ഭൂഷാസു സ്വർണവത് എന്ന് പറയുന്നു. ഭൂഷാസു സ്വർണവത് എന്ന് പറയുമ്പോൾ അലങ്കാരങ്ങളിൽ, അതായത് ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെയും. ഭൂഷാസു സ്വർണവത് എന്ന് പറയുമ്പോൾ അലങ്കാരങ്ങളിൽ, അതായത് ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെയും. ആഭരണങ്ങള് ഓരോന്ന് ഓരോ മാതിരിയാണ്. പല വിധത്തിലുള്ള ഷേപ്പിലുള്ള ആഭരണങ്ങൾ, മാല, വള, മോതിരം തുടങ്ങി പല വിധത്തിലുള്ള ആഭരണങ്ങൾ. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് സ്വർണം. അതാണ് പറയണത്. ആഭരണങ്ങളുടെ ഷേപ്പ് അല്ലെങ്കിൽ നമ്മൾ പുറമെ കാണുന്നത് വേറെയാണെങ്കിലും അതിൽ നിറഞ്ഞിരിക്കുന്നത് സ്വർണം മാത്രം. അതാണ് പറഞ്ഞ ഭൂഷാസു സ്വർണവത്. അലങ്കാരങ്ങളിൽ അല്ലെങ്കിൽ ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെയും. പിന്നെ ഒരു ഉപമ പറയുന്നു, ഘടശരാവാദികേ മൃത്തികാവത് എന്നാണ്. ഘടശരാവാദികേ മൃത്തികാവത് എന്ന് പറയുമ്പോൾ കുടം, ചട്ടി, കലം മുതലായവയിൽ മണ്ണ് പോലെയും. അതില് മണ്ണാണ് കാര്യം. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളുടെ ഷേപ്പും മറ്റും വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് വെറും മണ്ണ് മാത്രം. അതാണ് പറഞ്ഞത് ഘടശരാവാദികേ മൃത്തികാവത്. കുടം, ചട്ടി, കലം, പല വിധത്തിലുള്ള ഷേപ്പിലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു മണ്ണ്. അപ്പോൾ ഘടശരാവാദികേ മൃത്തികാവത് എന്ന് പറയുമ്പോൾ കുടം, ചട്ടി, കലം മുതലായവയിൽ മണ്ണ് പോലെയും. അപ്പോ ഭൂഷാസു സ്വർണവത് ഘടശരാവാദികേ മൃത്തികാവത് എന്ന് പറയുമ്പോൾ അലങ്കാരങ്ങളിൽ അല്ലെങ്കിൽ ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെയും കുടം, ചട്ടി, കലം മുതലായവയിൽ മണ്ണ് എന്ന പോലെയും
ഗുരുവായൂരപ്പ തേ തത് അദ്വിതീയം വപു. തേ തത് അദ്വിതീയം വപു എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ അദ്വിതീയമായ എന്ന് പറയുമ്പോൾ അതുപോലെ രണ്ടാമതൊന്നില്ലാത്തതായ എന്ന് പറയാം. അപ്പോ തേ തത് അദ്വിതീയം വപു എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ അദ്വിതീയമായ അതുപോലെ രണ്ടാമതൊന്നില്ലാത്തതായ പരബ്രഹ്മം എന്ന പേരോട് കൂടിയ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ തേ തത് അദ്വിതീയം വപു ഗുരുവായൂരപ്പ അങ്ങയുടെ ആ അദ്വിതീയമായ അതായത് അതുപോലെ രണ്ടാമതൊന്നില്ലാത്തതായ പരബ്രഹ്മം എന്ന പേരോട് കൂടിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള തേ വപു അങ്ങയുടെ ആ രൂപം അധുന അപി ജഗതി സ്ഫുരതി എന്ന് പറയണു. ചിന്തിക്കാൻ വളരെ രസകരമായ കാര്യങ്ങളാണ് പറയുന്നത്. അധുന അപി ജഗതി സ്ഫുരതി എന്നാണ്. അപ്പൊ തേ തത് അദ്വിതീയം വപു അധുന അപി ജഗതി സ്ഫുരതി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അങ്ങയുടെ ആ അദ്വിതീയമായ അതായത് അതുപോലെ രണ്ടാമതൊന്നില്ലാത്തതായ പരബ്രഹ്മം എന്ന പേരോട് കൂടിയ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അങ്ങയുടെ ആ രൂപം അല്ലെങ്കിൽ ശരീരം അധുന അപി ജഗതി സ്ഫുരതി ഇപ്പോഴും അതായത് ഈ ലോകം സ്ഥിതി ചെയ്യുന്ന കാലത്തും ഈ ലോകത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അധുന അപി ജഗതി സ്ഫുരതി ഇപ്പോഴും അതായത് ഈ ലോകം സ്ഥിതി ചെയ്യുന്ന കാലത്തും ഈ ലോകത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ പറയണു സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയ വിധൗ. സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയ വിധൗ എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുന്നവന് ഉണരുമ്പോൾ ഉണർന്ന് ബോധമുണ്ടാകുമ്പോൾ ഇരുട്ട് നശിക്കുന്ന സമയം എന്നാണ്. സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയ വിധൗ എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുന്നവന് ഉണർന്ന് ബോധമുണ്ടാകുമ്പോൾ തിമിരലയ വിധൗ എന്ന് പറയുമ്പോൾ ഇരുട്ട് നശിക്കുന്ന സമയം. സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയ വിധൗ എന്നൊക്കെ പറയുമ്പോൾ ഗുരുവായൂരപ്പ സ്വപ്നം കാണുന്നവന് ഉണർന്ന ബോധമുണ്ടാകുമ്പോൾ ഇരുട്ട് നശിക്കുന്ന സമയം. പിന്നെ പറയണു ജീർണരജ്ജോഹോ ച യദ്വത് എന്നാണ്. ജീർണരജ്ജോഹോ ച യദ്വത് എന്ന് പറയുമ്പോൾ ജീർണമായ കയറിനെ കണ്ട് കയറിനെ കുറിച്ചുള്ള ഭ്രമം. ജീർണരജ്ജോഹോ ച യദ്വത് എന്ന് പറയുമ്പോൾ ജീർണമായ കയറിനെ കുറിച്ചുള്ള ഭ്രമം. അതായത് ഇരുട്ടത്ത് കയറ് കാണുമ്പോൾ പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഭ്രമിച്ച് ഭയപ്പെടുന്നു. വെളിച്ചം വരുമ്പോൾ ആ ഭ്രമം നശിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞ ജീർണരജ്ജോഹോ ച യദ്വത് എന്ന്. ജീർണമായ കയറിനെ കുറിച്ചുള്ള ഭ്രമം എങ്ങനെയോ തഥാ ഏവ അപ്രകാരം തന്നെ. വെളിച്ചം വരുമ്പോ കയറ് പാമ്പല്ല എന്നറിഞ്ഞ് ഭയം നീങ്ങുന്നു, ആ ഭ്രമം നശിക്കുന്നു. അതുപോലെ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് തഥാ ഏവ അപ്രകാരം തന്നെ
വിദ്യാലാഭേ അപി സ്ഫുടം വികസേത് എന്നാണ്. തഥാ ഏവ വിദ്യാലാഭേ അപി സ്ഫുടം വികസേത് എന്ന് പറയുമ്പോൾ അപ്രകാരം തന്നെ അറിവുണ്ടാകുമ്പോൾ ദൃഢമായി അത് വികസിക്കും എന്നാണ്. അപ്പോൾ തഥാ ഏവ വിദ്യാലാഭേ അപി സ്ഫുടം വികസേത് എന്ന് പറയുമ്പോൾ അപ്രകാരം തന്നെ അറിവുണ്ടാകുമ്പോൾ ദൃഢമായി അത് വികസിക്കും. അതായത് ബ്രഹ്മം, സാക്ഷാൽ ബ്രഹ്മം ജ്ഞാനം ഉണ്ടാകുമ്പോൾ ദൃഢമായി സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മം ജ്ഞാനം ഉണ്ടാകുമ്പോൾ ദൃഢമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. അതിന്റെ ഉദാഹരണങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയ വിധോ എന്നൊക്കെ, സ്വപ്നം കാണുന്നവന് ഉണരുമ്പോൾ, ഉണർന്ന് ബോധമുണ്ടാകുമ്പോൾ ഇരുട്ട് നശിക്കുന്ന സമയം അത് സ്വപ്നമാണ് എന്ന അറിവുണ്ടാകുന്നു, സത്യമല്ല എന്ന അറിവുണ്ടാകുന്നു. അതുപോലെ ജീർണരജ്ജോഹോ ചയദ്വത്, ജീർണമായ കയറിനെ കുറിച്ചുള്ള ഭ്രമം, കയറ് കണ്ട് പാമ്പാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഉണ്ടാകുന്ന ഭ്രമം, ഭയം, പ്രകാശം വരുമ്പോൾ ആ ഭയം അല്ലെങ്കിൽ ഭ്രമം നീങ്ങുന്നു. അതുപോലെ തഥാ ഏവ അപ്രകാരം തന്നെ വിദ്യാലാഭേ അപി സ്ഫുടം വികസേത്, അറിവുണ്ടാകുമ്പോൾ, വിദ്യാലാഭേ അപി എന്നൊക്കെ പറയുമ്പോൾ അറിവുണ്ടാകുമ്പോൾ സ്ഫുടം വികസേത്, ദൃഢമായി അത് വികസിക്കും എന്ന് പറയുമ്പോൾ, അതായത് ബ്രഹ്മം ജ്ഞാനം ഉണ്ടാകുമ്പോൾ ദൃഢമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. ആഭരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണം പോലെ പ്രപഞ്ചത്തിൽ പലതായിട്ട് കാണുന്ന കാര്യങ്ങൾ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ നമ്മൾ മനസ്സിൽ മനനം ചെയ്യുമ്പോൾ നമുക്ക് ആ സത്യം അറിഞ്ഞ് ജ്ഞാനം ഉണ്ടാകുമ്പോൾ ബ്രഹ്മം, അതായത് ഈശ്വരൻ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നല്ലവണ്ണം മനനം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വക കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പറയണു കൃഷ്ണ തസ്മൈ തേ നമ. ഗുരുവായൂരപ്പ, അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഒരു പ്രാവശ്യം കൂടി പറയാം. തത്വേ സഞ്ചിന്യമാനേ, യഥാർത്ഥ തത്വം നല്ലപോലെ ആലോചിക്കുമ്പോൾ, ഭൂഷാസു സ്വർണവത്, അലങ്കാരങ്ങളിൽ അല്ലെങ്കിൽ ആഭരണങ്ങളിൽ സ്വർണം എന്ന പോലെയും, ഘടശരാവാദികെ മൃത്തികാവത്, കുടം, ചട്ടി, കലം മുതലായവയിൽ മണ്ണ് പോലെയും ഗുരുവായൂരപ്പ തേ തത് അദ്വിതീയം വപു. ഗുരുവായൂരപ്പ അങ്ങയുടെ ആ അദ്വിതീയമായ, അതായത് അതുപോലെ രണ്ടാമതൊന്നില്ലാത്തതായ പരബ്രഹ്മം എന്ന പേരോട് കൂടിയതായ അവിടുത്തെ ആ ശരീരം, അവിടുത്തെ രൂപം അധുന അപി ജഗതി സ്ഫുരതി, ഇപ്പോഴും, അതായത് ഈ ലോകം സ്ഥിതി ചെയ്യുന്ന കാലത്തും ഈ ലോകത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോന്നിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര തത്വം നമ്മൾ മനനം ചെയ്യുമ്പോൾ ആ സത്യം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയണു സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയ വിധൗ. സ്വപ്നം കാണുന്നവന് ഉണരുമ്പോൾ, ഉണർന്ന് ബോധമുണ്ടാകുമ്പോൾ ഇരുട്ട് നശിക്കുന്ന പോലെ, ഇരുട്ട് നശിക്കുന്ന സമയം എന്ന് പറയാം. സ്വപ്നത്തിൽ കണ്ടത് സത്യമല്ല എന്ന് അറിയുന്ന സമയം. അതുപോലെ ജീർണരജ്ജോഹോ ചായദ്വത്, ജീർണമായ കയറിനെ കുറിച്ചുള്ള ഭ്രമം.
പാമ്പാണ് എന്ന് വിചാരിച്ച് ഭയപ്പെടുന്ന ആ ഭ്രമം പ്രകാശം ഉണ്ടാകുമ്പോൾ ആ ഭയം അല്ലെങ്കിൽ ആ ഭ്രമം നീങ്ങുന്നു. അതുപോലെ എന്നൊക്കെയാണ്. തഥായേവ ജീർണരജ്ജോഹോ ച യദ്വത്, ജീർണമായ കയറിനെ കുറിച്ചുള്ള ഭ്രമം എങ്ങനെയോ തഥായേവ അപ്രകാരം തന്നെ വിദ്യാലാഭേ അപി സ്ഫുടം വികസേത് എന്ന് പറയുമ്പോൾ അറിവുണ്ടാകുമ്പോൾ ദൃഢമായി അത് വികസിക്കും എന്ന് പറയുമ്പോൾ ബ്രഹ്മം ജ്ഞാനമുണ്ടാകുമ്പോൾ ദൃഢമായി സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നാണ്. ജ്ഞാനമുണ്ടാകുമ്പോൾ ബ്രഹ്മം ദൃഢമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുകയാണ്. പല വിധത്തിലുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ പല വിധത്തിലുള്ള ആഭരണങ്ങളിൽ സ്വർണം നിറഞ്ഞു നിൽക്കുന്ന പോലെ ഈശ്വരൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ. അത് നമുക്ക് ഈ മനുഷ്യ ജന്മത്തിൽ പരിശ്രമിച്ചാൽ സാക്ഷാത്കരിക്കാൻ സാധിക്കും, സാക്ഷാത്കരിക്കപ്പെടാൻ സാധിക്കും എന്ന് മഹാത്മാക്കൾ ഉറപ്പായി പറയുന്നു. മനുഷ്യ ജന്മം പാഴാക്കി കളയാതെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. മനുഷ്യ ശരീരം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ മഹാത്മാക്കൾ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം. ഈ ജന്മം പാഴാക്കി കളയരുത് എന്നൊക്കെ. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ സാക്ഷാത്കരിക്കുക മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. പിന്നെ പറഞ്ഞു, അപ്പോ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിതലയ വിധൗ, സ്വപ്നം കാണുന്നവന് ഉണരുമ്പോൾ ബോധമുണ്ടാകുമ്പോൾ, ഉണർന്ന ബോധമുണ്ടാകുമ്പോൾ ഇരുട്ട് നശിക്കുന്ന സമയം. അതുപോലെ ജീർണരജ്ജോഹോ ഛായദ്വത്, ജീർണമായ കയറിനെ കുറിച്ചുള്ള ഭ്രമം പ്രകാശം വരുമ്പോൾ നശിക്കുന്നു. അതെങ്ങനെയോ തഥായവേവ അപ്രകാരം തന്നെ വിദ്യാലാഭേ അപി സ്ഫുടം വികസേത് എന്നൊക്കെ പറയുമ്പോൾ അറിവുണ്ടാകുമ്പോൾ, ജ്ഞാനമുണ്ടാകുമ്പോൾ ദൃഢമായി അത് വികസിക്കും. അതായത് ജ്ഞാനം ഉണ്ടാകുമ്പോൾ ബ്രഹ്മം ദൃഢമായി സാക്ഷാത്കരിക്കപ്പെടുന്നു. കൃഷ്ണ തസ്മൈ തേ നമ. അല്ലയോ ഗുരുവായൂരപ്പ, അപ്രകാരം എല്ലാം ഇരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി സൃഷ്ടിക്ക് മുമ്പും പിമ്പും പ്രളയത്തിന് ശേഷവും ബ്രഹ്മം മാത്രം അവശേഷിക്കുന്നു എന്ന് നമുക്ക് അറിയാം. മുക്തിയിൽ ബ്രഹ്മാനന്ദം അനുഭവിക്കാനും സാധിച്ചേക്കാം. പക്ഷേ ഈ പ്രത്യേക അവസ്ഥയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആനന്ദത്തെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ ബഹുരസമായിരിക്കും. എന്താണത്? ഇവിടെ പ്രപഞ്ചം നടന്നുകൊണ്ടിരിക്കുമ്പോഴും സകല കാരണഭൂതവും അദ്വൈതവും ബ്രഹ്മസ്വരൂപവുമായ ഭഗവത് സ്വരൂപം ഇവിടെ തന്നെ നമ്മുടെ മുമ്പിൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം കുറച്ചൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ എല്ലാറ്റിലും നിറഞ്ഞു പ്രകാശിക്കുന്ന ഈശ്വരനെ അറിയാൻ പരിശ്രമിച്ചാൽ മനുഷ്യന് സാധിക്കുന്നു. നിരന്തരമായ ഈശ്വര സ്മരണ കൊണ്ട് ഉണ്ടാകുന്ന അനുഭവിക്കാൻ കഴിയുന്ന പരമാനന്ദം ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ അനുഭവിക്കാൻ മനുഷ്യന് സാധിക്കുന്നു. എത്ര രസമായ, എത്ര മഹത്തായ അനുഭവം!